അടിസ്ഥാന വിഭാഗങ്ങൾക്കുള്ള വേതനവും ആനുകൂല്യങ്ങളും പോലും കൃത്യമായി നൽകാൻ കഴിയാത്തപ്പോഴാണ് PSC അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നത്. ഔചിത്യം അല്ല എന്നാണ് സർക്കാരിനോട് AATUCയുടെ പ്രതികരണം. ഇടത് സർക്കാരിന് ചേരാത്ത നടപടി റദ്ദാക്കണമെന്നും സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. നേരത്തെ AIYFും സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മാന്യമായ വേതനത്തിനായി ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം, പാചകത്തൊഴിലാളികൾ, അങ്കണവാടി ജീവനക്കാർ, റേഷൻ വിതരണക്കാർ, സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ, ദിവസവേതനക്കാർ, മിനിമം വേതനം പോലും ലഭിക്കാത്ത, ജീവിക്കാൻ പോലും വഴിയില്ലാത്ത ലക്ഷങ്ങൾ സർക്കാരിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. അപ്പോഴാണ് പ്രതിമാസം സർക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ പറ്റുന്ന PSC അംഗങ്ങൾക്ക് പിന്നെയും ശമ്പള വർധന. ഇതെന്തു ന്യായമെന്ന ചോദ്യമാണ് സർക്കാരിനോട് ഭരണപാർട്ടിയുടെ യുവജന തൊഴിലാളി സംഘടനകളുടേത്. അടിസ്ഥാന മേഖലകളിൽ ന്യായമായ ശമ്പളം കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യണമെന്ന ആവശ്യം സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേര് പറഞ്ഞാണ് സർക്കാർ നിഷേധിക്കുന്നത്. ഇത്തരക്കാരെ പരിഗണിക്കാതെ PSC അംഗങ്ങൾക്ക് വാരിക്കോരി നൽകുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ല എന്ന കടുത്ത വിമർശനമാണ് AATUC ഉയർത്തുന്നത്. തീരുമാനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. സർക്കാർ നിലപാട് ആശങ്ക ഉളവാക്കുന്നതാണെന്നും ഇടതു നയത്തിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കരുതെന്നും യുവജന സംഘടനയായ AYFും നേരത്തെ സർക്കാരിനോട് പറഞ്ഞിരുന്നു. PSC അംഗങ്ങളുടെ വേതന വർധനയ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷവും ഉയർത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംരംഭകരെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ വ്യവസായ ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ നടക്കുമ്പോൾ സർക്കാരിന്റെ പൊതുവിതരണ വകുപ്പുമായി സംരംഭക കരാറിൽ ഏർപ്പെട്ടു എന്ന കാരണത്താൽ ഒരു മുൻ പ്രവാസി ആലപ്പുഴയിൽ ജപ്തി ഭീഷണി നേരിടുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റിന് സ്വന്തം കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഷിഹാബ് കുളവേലിൽ എന്ന വ്യക്തിയാണ് ഒടുക്കം കടക്കെണിയിൽ ആയത്. വാടക നൽകുന്നില്ല എന്ന് മാത്രമല്ല, കരാർ കാലാവധി പൂർത്തിയായിട്ടും കെട്ടിടം ഒഴിഞ്ഞു നൽകുന്നില്ല എന്ന ധാർഷ്ട്യത്തിൽ വകുപ്പ് നിലപാട് എടുത്തതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണ്. കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം ബാങ്ക് ജപ്തി നോട്ടീസ് പതിച്ചു. ഇതോടെ ഒടിഞ്ഞ കാലുമായി പൊതുനിരത്തിൽ സമരത്തിലിരിക്കുകയാണ് ഷിഹാബ്. ഇത് മണ്ണഞ്ചേരി പഞ്ചായത്ത് 2ാം വാർഡ് സ്വദേശി ഷിഹാബ് ദീർഘകാലം പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ ഒരായുസിന്റെ അധ്വാനം കൊണ്ട് അദ്ദേഹം ഈ കാണുന്ന സ്ഥലം വാങ്ങി 20 ലക്ഷം വായ്പയെടുത്ത് കെട്ടിടം പണിതു. 9 വർഷം മുമ്പ് തന്റെ പുത്തൻ കെട്ടിടം സപ്ലൈകോ ഔട്ട്ലെറ്റിനായി ഷിഹാബ് വാടകയ്ക്ക് നൽകി. വാടക പൈസ കൊണ്ട് വായ്പാ തിരിച്ചടവ് നടക്കുമെന്ന കണക്കുകൂട്ടലിൽ മുന്നോട്ട്. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. 26,650 രൂപ പ്രതിമാസ വാടക സപ്ലൈകോ നൽകാതായതോടെ തിരിച്ചടവ് മുടങ്ങി. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബാങ്ക് കെട്ടിടത്തിനുമേൽ ജപ്തി നോട്ടീസും പതിപ്പിച്ചു. എനിക്കിപ്പം ആത്മഹത്യാ വക്കിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ വാടക ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാടകയുടെ പറയുന്നത് എന്താണ്? വാടകയുടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഡിപ്പോ മാനേജരുമായിട്ട് സംസാരിക്കാൻ ഡിപ്പോ മാനേജർ എറണാകുളം ഫിനാൻസ് ഓഫീസിൽ ബന്ധപ്പെടാൻ നിർദ്ദേശിക്കും. ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് പണം നൽകാൻ നിർവാഹമില്ലെന്ന മറുപടി.